വിചാരിക്കുന്നു. അപ്പോൾ വലിയൊരു സംഭവം പോലെയൊന്നുമല്ല ഞാനിവിടെ ഉദ്ഘാടനത്തിന് വരിക എന്നുള്ളത്. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ് ഈ ജിം സ്റ്റാർട്ട് ചെയ്തത്. സ്നേഹജിയും ആളുടെ ഹസ്ബൻഡ് അഖിൽ, പിന്നെ അവരുടെ ഫ്രണ്ട് മാഹിർ, ഇവരെല്ലാവരും, അതുപോലെ തന്നെ സുജിത്താണ് എൻ്റെ വൺ ഓഫ് ദി ഓണർ. സോ എന്തായാലും അവരാദ്യം ഒരു ചോയ്സ് എന്ന് വന്നപ്പോൾ എന്നെ തന്നെ ചൂസ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, അതായത് ലേഡീസ് ഓണേഴ്സായിട്ടുള്ള ജിംസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനൊരു ഫീൽഡിലിട്ട് കൂടുതൽ ആൾക്കാർ, അതായത് ലേഡീസ് കടന്നു വരിക എന്ന് പറയുന്നത് അതൊരു നല്ല പണി തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു ഫീൽഡൊക്കെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, അതായത് സ്നേഹ കടന്നു വന്നാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൾക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെന്താ, അത് കാര്യമാണ്. ഞാൻ ഈ ഇടയിൽ കൂടെ ആലോചിച്ചുള്ളത് എത്ര, ഞാനിപ്പോൾ കൗണ്ട് ചെയ്ത് വെക്കുന്നില്ല. ഭയങ്കരമായിട്ട് പ്രാഗിയൊന്നുമല്ല, എന്നാൽ പോലും ഇങ്ങനെ വിചാരിച്ചു ഒരു റെക്കോർഡ് വല്ലതും വിചാരിച്ചാലോ എന്നൊക്കെ. ഞാൻ എണ്ണം വെച്ചിട്ടില്ല, എനിക്ക് തന്നെ അറിയത്തില്ല എത്ര എണ്ണം ഇനാഗ്രേറ്റ് ചെയ്തു. പക്ഷെ ഒരുപാട് വരുന്നുണ്ട് ഇനാഗ്രേഷൻ. നമ്മൾ എല്ലാം ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരിക്കത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറേ മിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഉദ്ഘാടനം ചെയ്തതിൽ കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ട്. കുറേയുടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വീഡിയോ വൈറലായിട്ട് ഒരു 2 വർഷം കണ്ടാവുന്നല്ലേ, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നോർമലി ഒരു സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും അതുപോലെ അതിലൊരു കമ്പനി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം അത്രയും ഒരു ടൈം കഴിഞ്ഞിട്ടും എനിക്ക് വേണ്ടി നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ അതൊരു വലിയൊരു ചുമതലയും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊസിഷൻ എപ്പോഴും കീപ്പ് ചെയ്യുക. അതായത് എനിക്കാണെങ്കിലും നോർമൽ ഒരു അത്ലറ്റിനാണെങ്കിൽ ഓഫ് സീസണുണ്ട്, കോമ്പറ്റീഷൻ ടൈമുണ്ട്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു സ്റ്റേജ് ടൈം പോലെയാണ്. അപ്പോൾ അത് കീപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുക പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും സന്തോഷമുണ്ട്. കാര്യം ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡായതുകൊണ്ട്. കല്യാണം ഇല്ല, ഉണ്ടാവില്ല. കോമ്പറ്റീഷൻ ഞാൻ ഇനി നോക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അതായത് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്തിട്ട് കാര്യമില്ല. കേരളത്തിൽ തന്നെ ഒരു 10 അസോസിയേഷനുണ്ട്. എനിക്ക് തോന്നുന്നു മിസ് കേരള എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 10 മിസ് കേരളമാർ വരും. ഒരാളെ കാണുമ്പോൾ ഞാൻ മിസ് കേരള, മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ മിസ് കേരള, പിന്നെ എനിക്ക് ഏതാണ് ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ. പിന്നെ ഫുൾ പൊളിറ്റിക്സാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ അസോസിയേഷനും. ചുമ്മാ പൈസ വാങ്ങിച്ച് നമ്മളെത്രയും വർഷത്തെ ഒരു കഷ്ടപ്പാട് നമ്മൾ സ്റ്റേജിലെത്തി കഴിയുമ്പോൾ നമ്മളെ ഇല്ലാതാക്കി കളയുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ഇനി എന്തായാലും കേരളത്തിൽ ഇറങ്ങുന്നില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വലിയ IHFF പോലെയുള്ള വലിയ സ്റ്റേജുകളാണ്. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം വിടേണ്ടി വരും. അതായത് ഒരു മോഡൽ എന്നുള്ള നിലയിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വേറെ രൂപത്തിലായിപ്പോൾ. അങ്ങനെ ആയാലും എൻ്റെ ഫ്രണ്ടിൻ്റെ ജിമ്മാണിത്. പക്ഷെ പോലും ഞാനിത് ഇവിടെ വന്നിട്ടില്ല ഇതുവരെ കാണാനായിട്ട്. കാരണം ആളെൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ അതിൻ്റെ തലേന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അതൊരു ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ എനിക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ ഇത്രയും വെറൈറ്റി ആയിട്ട് മെഷീൻസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാര്യം തൃശ്ശൂർ മുഴുവൻ ഓരോ ജിമ്മും കയറി ഇറങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. കാര്യം എനിക്ക് ഏറ്റവും ബെസ്റ്റ് വേണം, ബെസ്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം, അങ്ങനെയുള്ള മെഷീൻസ് വേണമെന്ന് വിചാരിച്ച് ഞാൻ സ്ഥിരമായിട്ട് ഒരിടത്തല്ല വർക്കൗട്ട് ചെയ്യുന്നത്. ഒരിടത്ത് വർക്കൗട്ട് ചെയ്യാൻ, അടുത്തടുത്ത് വർക്കൗട്ട് ചെയ്യാൻ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു മെഷീൻ ഇഷ്ടപ്പെടും, അവിടെ ആ ഒരു വേറൊരു മെഷീൻ കാണില്ല, വേറൊരു മെഷീൻ ഉള്ളത് വേറെ ഇടത്തായിരിക്കും. അപ്പോൾ അങ്ങനെ. പക്ഷേ ഇതിപ്പോൾ എല്ലാം കൂടെ ഒരിടത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഫ്രീഡത്തോടെ എനിക്കിനി ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യം. ഒരാൾ ചെയ്യും, ചിലപ്പോൾ അടുത്താൾ ചെയ്യും. പിന്നെ ഇത് ഞാൻ അല്ലാതെ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇതെല്ലാം ഞാൻ ഇടാൻ പറ്റുന്നത് വേറെ ഓർഡർ ചെയ്തായിരുന്നു. അത് ഇന്നലെ വൈകിട്ടാണ് വന്നത്. വൈകിട്ട് വന്നപ്പോൾ
2 പീസ് തുണി മാത്രമായിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ ഞാൻ ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതൊന്നും ചെയ്ത് പിന്നീട് ഇടത്തില്ല, നമ്മൾ കൊണ്ടുവെക്കുകയാണ്. ഞാൻ ആകെ എനിക്ക് തോന്നുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫുഡ് സപ്ലിമെൻറ്റ്സിനാണ്. ഫുഡ് ആൻഡ് സപ്ലിമെൻറ്റ്സ് നന്നായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഡേറ്റ് ഓർമ്മയുണ്ട്. ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവരുടെ ആട്ടത്തൊക്കെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഇഷ്ടമല്ലാത്ത, എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു. ചെറുപ്പത്തിൽ എനിക്കൊരു ആക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ഫീൽഡെന്ന് പറയുന്നതാണ്. കാരണം നമുക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ അവർക്ക് അവരുടേതായ ടൈം ഒട്ടും പറ്റാത്ത ഒരു ടൈമാണ്. ഒരു സമയത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തെടുത്ത് ചിലപ്പം രാവിലെ എടുക്കാൻ തുടങ്ങിയ രാത്രി എനിക്കുള്ളൂ. അതനുസരിച്ച് നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുമോ അതുമില്ല. പക്ഷേ ഈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ആഡ് ചെയ്തായിരുന്നു. അതിനകത്ത് ഒരു ജസ്റ്റ് വന്ന് ഫ്ലാഷ് പോലെ വന്ന് പോകുന്ന ഒരു സീനിന് വേണ്ടി രാവിലെ തൊട്ട് രാത്രി വരെ വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്. അത് അത്രയും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഈ ഫീൽഡിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഇഷ്ടമുള്ളവർ കഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് കഷ്ടപ്പെടാൻ വലിയ താല്പര്യമില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. നമ്മുടെ ഫുഡ് മുടങ്ങുക, വലിയ വർക്കൗട്ട് മുടങ്ങുക, അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അഭിനയിക്കാനും എനിക്കറിയത്തില്ല, തീരെ അറിയത്തില്ല. മേ ബി പക്ഷെ ഒരു തമിഴ് മൂവി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ ഓഡീഷനൊക്കെ കഴിഞ്ഞാണ്. ഒരു 2 വീക്സ് ചെന്നൈയിൽ പോയി ട്രയലൊക്കെ നോക്കിയതാണ്. പക്ഷെ അവരുടെയും പ്രൊഡക്ഷൻ ഒന്ന് ഡിഫറെൻ്റ് ആയി. വീണ്ടും വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോള് പുറത്ത് പറയാൻ പറ്റില്ല. എന്തോ അല്ലല്ല, കുറച്ച് മേ ബി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു റോളായിരിക്കും.